ഹലോ എവറി വൺ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആയ കെമിസ്ട്രി ഇൻ എവറിഡേ ലൈഫിലെ പെയിന്റ്സ് ആൻഡ് പിഗ്മെന്റ്സ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എ വൈറ്റ് പിഗ്മെന്റ്സ്? ഓപ്ഷൻ എ ലിത്തോപോൺ, ഓപ്ഷൻ ബി സിങ്ക് ഓക്സൈഡ്, ഓപ്ഷൻ സി ടൈറ്റാനിയം ഓക്സൈഡ്, ഓപ്ഷൻ ഡി ക്രോമിയം ഓക്സൈഡ്. ഹിയർ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ക്രോമിയം ഓക്സൈഡ്. ക്രോമിയം ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ പിഗ്മെന്റ് ആണ്. ദെൻ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കാം. ലിത്തോപോൺ, അതുപോലെ സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ്, ഇവയെല്ലാം തന്നെ വൈറ്റ് പിഗ്മെന്റുകളാണ്. അതിനു പുറമെ വൈറ്റ് ലെഡ്, സബ്ലിമിറ്റ് വൈറ്റ് ലെഡ്, ഇവയെല്ലാം തന്നെ വൈറ്റ് പിഗ്മെന്റ്സ് ആണ്. ഓക്കെ, അപ്പൊ വൈറ്റ് പിഗ്മെന്റ്സിന് എക്സാമ്പിൾസ് ഓർത്ത് വെക്കുക. ലിത്തോപോൺ, സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ്, വൈറ്റ് ലെഡ്, സബ്ലിമിറ്റ് വൈറ്റ് ലെഡ്. വൈറ്റ് പിഗ്മെന്റ്സ് ആയ വൈറ്റ് ലെഡിനെ കുറിച്ച് പഠിക്കാം. വൈറ്റ് ലെഡിനകത്ത് എന്തൊക്കെ കോമ്പണൻസ് ആണുള്ളത്? ലെഡ് കാർബണേറ്റും ലെഡ് ഹൈഡ്രോക്സൈഡും ആണ് വൈറ്റ് ലെഡിൽ പ്രസന്റ് ആയിട്ടുള്ളത്. ലെഡ് കാർബണേറ്റ് 68.9%, ലെഡ് ഹൈഡ്രോക്സൈഡ് 31.1% പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് വെക്കണം. എന്തൊക്കെ കോമ്പണൻസ് ആണ് ഉള്ളത് എന്ന് ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. വൈറ്റ് ലെഡ് എന്ന് പറയുന്നത് ഏതൊക്കെ കോമ്പണൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഫോം ചെയ്യുന്നത്? ലെഡ് കാർബണേറ്റ് ആൻഡ് ലെഡ് ഹൈഡ്രോക്സൈഡ്, PbCO3 പ്ലസ് PbOH twice. Then synonyms for white lead. White lead is also known as Berlin white, Fromnes white, Dutch white lead, flake white, Flemish white, Krum's white, London white, pigment white 1, Roman white, silver white, slate white and Vienna white. അപ്പോൾ ഇത്രയും പേരുകൾ അറിയപ്പെടുന്നത് വൈറ്റ് ലെഡ് ആണ്. വൈറ്റ് ലെഡ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് പിഗ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ പേരിലാണ് വൈറ്റ് ലെഡ് അറിയപ്പെടുന്നത്? ബെർലിൻ വൈറ്റ്, ക്രംനിറ്റ്സ് വൈറ്റ്, ഡച്ച് വൈറ്റ് ലെഡ്, ഫ്ലേക്ക് വൈറ്റ്, ഫ്ലമിഷ് വൈറ്റ്, ക്രംസ് വൈറ്റ്, ലണ്ടൻ വൈറ്റ്, പിഗ്മെന്റ് വൈറ്റ് 1, റോമൻ വൈറ്റ്, സിൽവർ വൈറ്റ്, സ്ലേറ്റ് വൈറ്റ് ആൻഡ് വീന വൈറ്റ്. ഈ വൈറ്റ് ലെഡ് എന്ന് പറയുന്നത് ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. ടോക്സിക് ഇൻ നേച്ചർ ഉള്ള സബ്സ്റ്റൻസ് ആണ് വൈറ്റ് ലെഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാസ് ബീൻ ബാൻഡ് ഫോർ കൺസ്യൂമർ യൂസ് ഫോർ മെനി ഇയേഴ്സ് ആൻഡ് മോസ്റ്റ് പെയിന്റ്സ് ടുഡേ യൂസ് ടൈറ്റാനിയം ഓക്സൈഡ് ഇൻസ്റ്റെഡ് ആസ് എ വൈറ്റ് പിഗ്മെന്റ്. അപ്പൊ ഇപ്പം കൂടുതലായിട്ടും പെയിന്റുകളിൽ യൂസ് ചെയ്യുന്നത് ടൈറ്റാനിയം ഓക്സൈഡ് ആണ്. വൈറ്റ് ലെഡിന്റെ യൂസേജ് വളരെ കുറവാണ്. പല കൺട്രീസിലും ഈ ഒരു വൈറ്റ് ലെഡ് എന്ന് പറയുന്നത് ബാൻ ചെയ്തിട്ടുണ്ട്, കാരണം ഇത് ടോക്സിക് ആയതുകൊണ്ടാണ്. നെക്സ്റ്റ് വൈറ്റ് പിഗ്മെന്റ് ആണ് സബ്ലിമിറ്റ് വൈറ്റ് ലെഡ്. ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള കോമ്പണൻസ് ആണ് ലെഡ് സൾഫേറ്റ് 75%, ലെഡ് ഓക്സൈഡ് 20%, സിങ്ക് ഓക്സൈഡ് 5% ആണ്. അപ്പം ഏതൊക്കെ കോമ്പണൻസ് ആണ് ഓരോ പിഗ്മെന്റിലും ഉള്ളത് നമ്മൾ ഓർത്ത് വെക്കണം. സപ്ലിമെന്റ് വൈറ്റ് ലെഡിൽ ഏതൊക്കെ പിഗ്മെന്റ്സ് ആണ് അടങ്ങിയിട്ടുള്ളത്? ലെഡ് സൾഫേറ്റ്, ലെഡ് ഓക്സൈഡ് ആൻഡ് സിങ്ക് ഓക്സൈഡ്. ദെൻ സിങ്ക് ഓക്സൈഡ് എന്ന് പറയുന്നത് മറ്റൊരു വൈറ്റ് പിഗ്മെന്റ് ആണ്. ഇതിനകത്ത് 100% സിങ്ക് ഓക്സൈഡ് മാത്രമാണുള്ളത്. ഓൾസോ നോൺ ആസ് കെലാമിൻ ഓർ സിങ്ക് വൈറ്റ്. സിങ്ക് ഓക്സൈഡ് ഈസ് ഓൾസോ നോൺ ആസ് കെലാമിൻ ഓർ സിങ്ക് വൈറ്റ്. സിങ്ക് ഓക്സൈഡിന്റെ യൂസസ്, ഇറ്റ് ഇസ് എ വൈറ്റ് പിഗ്മെന്റ് ഇൻ പെയിന്റ്സ്. അപ്പൊ പെയിന്റുകളിൽ വൈറ്റ് പിഗ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. കോമ്പണൻസ് ഇൻ സൺസ്ക്രീൻസ് ആൻഡ് സൺ ലോഷൻസ്, സിങ്ക് ഓയിൻമെന്റ് ഫോർ ട്രീറ്റിംഗ് സ്കിൻ. അപ്പൊ സ്കിന്നുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്രീമുകളിൽ സൺസ്ക്രീന്, സൺ ലോഷന്, സിങ്ക് ഓയിൻമെന്റില് ഇതിനകത്തെല്ലാം എന്ത് യൂസ് ചെയ്യാറുണ്ട്? വൈറ്റ് പിഗ്മെന്റ് ആയിട്ടുള്ള സിങ്ക് ഓക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. ഇൻ റബ്ബർ മാനുഫാക്ചറിന് വേണ്ടിയിട്ട് സിങ്ക് ഓക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇൻ ഫോട്ടോ കോപ്പിംഗ് പ്രൊഡക്ട്സിൽ സിങ്ക് ഓക്സൈഡ് യൂസ് ചെയ്യാറുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് കോമ്പൗണ്ട് ഈസ് നോൺ ആസ് ഫിലോസഫേഴ്സ് വൂൾ? ഓപ്ഷൻ എ ലിത്തോപോൺ, ഓപ്ഷൻ ബി സിങ്ക് ഓക്സൈഡ്, ഓപ്ഷൻ സി സിങ്ക് ബ്ലെൻഡ് ആൻഡ് ഓപ്ഷൻ ഡി ടൈറ്റാനിയം ഓക്സൈഡ്. ഹിയർ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി സിങ്ക് ഓക്സൈഡ് ആണ്. ഓപ്ഷൻ ബി സിങ്ക് ഓക്സൈഡ് ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സിങ്ക് ഓക്സൈഡ് റെസിഡ്യൂൽ ഹാസ് എ വൂൾ ലൈക്ക് സ്ട്രക്ചർ.
That's why people named it the philosopher's wool. Zinc oxide residual has a wool-like structure. അതുകൊണ്ടാണ് zinc oxide-നെ philosopher's wool എന്ന് അറിയപ്പെടുന്നത്. Third question. Lithophone, a white pigment, consists of. ലിത്തോപോൺ എന്ന് പറഞ്ഞിട്ടുള്ള വൈറ്റ് പിഗ്മെന്റിനകത്ത് എന്തൊക്കെ കോമ്പണന്റ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹിയർ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സിങ്ക് സൾഫൈഡ് ആൻഡ് ബേരിയം സൾഫേറ്റ്. സിങ്ക് സൾഫൈഡ് ആൻഡ് ബേരിയം സൾഫേറ്റ് ആണ് ലിത്തോപോണിൽ പ്രസന്റ് ആയിട്ടുള്ള കോമ്പണന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ലിത്തോപോൺ എന്ന് പറയുന്നത് ഒരു വൈറ്റ് പിഗ്മെന്റ് ആണെന്നുള്ളത് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ലിത്തോഫോൺ ഈസ് എ ബേസ് വൈഡ്ലി യൂസ്ഡ് ഫോർ എക്സ്റ്റീരിയർ വർക്ക്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പം ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഫാൾസ് ആണ്. ബിക്കോസ് lithophone changes color when exposed to daylight. Hence, it is used for interior works of inferior quality. അപ്പൊ ലിത്തോഫോൺ എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളർ ആണെങ്കിലും അത് ഡേ ലൈറ്റിൽ, അതായത് സൂര്യപ്രകാശം ഏറ്റ് കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് ഡിം ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹെൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇന്റീരിയർ വർക്ക്സ് ഓഫ് ഇൻഫീരിയർ ക്വാണ്ടിറ്റി. Fifth question, most effective sunscreen contain option A titanium oxide, option B para-aminobenzoic acid, option C methyl salicylate and option D silicon oil. Here right answer എന്ന് പറയുന്നത് option A titanium dioxide ആണ്. ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറയുന്നത് ഇല്ലുമിനേറ്റ് ആൻഡ് റൂട്ടൈൽ, ഈ രണ്ട് കോമ്പൗണ്ട്സ് ആണ് ടൈറ്റാനിയം ഡയോക്സൈഡിൽ പ്രസന്റ് ആയിട്ടുള്ളത്. ദെൻ ടൂത്ത് പേസ്റ്റിൽ വൈറ്റ് കളർ കിട്ടാൻ വേണ്ടി ആഡ് ചെയ്യുന്ന കളറിംഗ് ഏജന്റ് ആണ് ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സൺസ്ക്രീനകത്ത് അടങ്ങിയിട്ടുള്ള പിഗ്മെന്റ് ആണ് ടൈറ്റാനിയം ഡയോക്സൈഡ്. അതുപോലെ ടൂത്ത് പേസ്റ്റിൽ പ്രസന്റ് ആയിട്ടുണ്ട്. ദെൻ ടൈറ്റാനിയം ഡയോക്സൈഡിൽ അടങ്ങിയിട്ടുള്ള കോമ്പണന്റ്സ് ആണ് ഇലുമിനേറ്റ് ആൻഡ് റൂട്ടൈൽ. Sixth question, ultramarine pigment makes a concrete of option A black color, option B blue color, option C white color and option D yellow color. Here right answer എന്ന് പറയുന്നത് option B ആണ്, blue color. ultramarine blue, ultramarine എന്ന് പറയുന്നത് ബ്ലൂ കളർ പിഗ്മെന്റ് ആണ്. ഇതൊരു ബ്രൈറ്റ് ബ്ലൂ കളർ പിഗ്മെന്റ് ആണ്. ultramarine is used in paints and decorating materials. പെയിന്റുകളിലും ഡെക്കറേറ്റീവ് മെറ്റീരിയൽസിലും ബ്ലൂ കളർ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല ബ്രൈറ്റ് ബ്ലൂ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അൾട്രാമറൈൻ ബ്ലൂ യൂസ് ചെയ്യാറുണ്ട്. ബ്ലൂ പിഗ്മെന്റ്സിൽ വരുന്ന മറ്റൊരു പിഗ്മെന്റ് ആണ് കൊബാൾട്ട് ബ്ലൂസ്. നോട്ട് യൂസ്ഡ് ഇൻ പെയിന്റ്സ് ഫോർ ഓർഡിനറി പർപ്പസ്. നമ്മുടെ നോർമൽ പർപ്പസിന് വേണ്ടി പെയിന്റുകളിലൊന്നും കൊബാൾട്ട് ബ്ലൂ ആഡ് ചെയ്യാറില്ല. ഇൻ മാനുഫാക്ചറിങ് ഓഫ് ബ്ലൂ പിഗ്മെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. മേക്കിംഗ് ഇങ്ക്, അതുപോലെ തന്നെ മേക്കിംഗ് കാർബൺ പേപ്പേഴ്സ്, അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് കൊബാൾട്ട് ബ്ലൂസ് ആഡ് ചെയ്യാറ്. അപ്പം ഓർത്ത് വെക്കുക, ബ്ലൂ പിഗ്മെന്റ്സിൽ വരുന്നതാണ് അൾട്രാമറൈൻ ബ്ലൂ. അൾട്രാമറൈൻ ബ്ലൂ ഒരു ബ്ലൂ പിഗ്മെന്റ് ആണ്, ബ്രൈറ്റ് ബ്ലൂ ആണ്. ദെൻ കൊബാൾട്ട് ബ്ലൂ എന്ന് പറയുന്നത് മറ്റൊരു ബ്ലൂ പിഗ്മെന്റ് ആണ്, വിച്ച് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ പെയിന്റ്സ്, മെയിൻലി യൂസ്ഡ് ഇൻ മാനുഫാക്ചർ ഓഫ് ബ്ലൂ പിഗ്മെന്റ്സ്, മേക്കിംഗ് ഇങ്ക്, മേക്കിംഗ് കാർബൺ പേപ്പേഴ്സ്. സെവൻത് ക്വസ്റ്റ്യൻ, റെഡ് ലെഡ് ഈസ്. റെഡ് ലെഡ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്, Pb3O4. റെഡ് ലെഡ് എന്ന് പറയുന്നത് ലെഡ് ഓക്സൈഡ് ആണ്. സോ റെഡ് ലെഡ് എന്ന് പറയുന്നത് റെഡ് പിഗ്മെന്റ്സിൽ വരുന്ന ഒരു പിഗ്മെന്റ് ആണ് റെഡ് ലെഡ് എന്ന് പറയുന്നത്. യൂസ്ഡ് ആസ് പിഗ്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ബാറ്ററീസ് ആൻഡ് യൂസ്ഡ് ഇൻ റസ്റ്റ് പ്രൂഫ് പ്രൈമർ പെയിന്റ്സ്. ഓക്കെ, അപ്പം റസ്റ്റ് പ്രൂഫ് പ്രൈമർ പെയിന്റ്സ് ആയിട്ട് റെഡ് ലെഡ് യൂസ് ചെയ്യാറുണ്ട്. ഈ ഗേറ്റിനൊക്കെ പെയിന്റ് അടിക്കാൻ, അതുപോലെ കമ്പികൾക്കൊക്കെ പെയിന്റ് അടിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാറുണ്ട്, റെഡ് ലെഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം റെഡ് കളർ നൽകുന്ന ഒരു പിഗ്മെന്റ് ആണ് റെഡ് ലെഡ് എന്ന് പറയുന്നത്. ഹൈലി ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസും കൂടിയാണ് റെഡ് ലെഡ് എന്ന് പറയുന്നത്. Eighth question, the pigment used in paints for corrosive resistant is option A white lead, option B ferrous oxide, option C zinc white and option D red lead.
ഹിയർ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി റെഡ് ലെഡ് ആണ്. സോ ദ പിഗ്മെന്റ് യൂസ്ഡ് ഇൻ പെയിന്റ്സ് ഫോർ കൊറോസീവ് റെസിസ്റ്റൻസ്. അപ്പൊ നമ്മൾ എന്തിനാ നോർമൽ പെയിന്റ് ഒക്കെ അടിക്കാറ്? സാധനങ്ങൾ നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ പെയിന്റ് അടിക്കുന്നത്. ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, സാധനങ്ങൾ നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെയിന്റ് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു പിഗ്മെന്റ് അല്ലെങ്കിൽ ഒരു പെയിന്റ് ആണ് റെഡ് ലെഡ് എന്ന് പറയുന്നത്. ദെൻ റെഡ് പിഗ്മെന്റ്സിൽ വരുന്ന മറ്റൊരു പിഗ്മെന്റ് ആണ് സിന്തറ്റിക് അയൺ. അപ്പം ഓർത്ത് വെക്കുക, സിന്തറ്റിക് അയൺ എന്ന് പറയുന്നത് ഒരു റെഡ് പിഗ്മെന്റ് ആണ്. Fe3O4 സിന്തറ്റിക് അയണിന്റെ കെമിക്കൽ ഫോർമുലയാണ് Fe3O4 എന്ന് പറയുന്നത്. Then synthetic iron also known as red iron oxide. Red iron oxide എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും ഇത് റെഡ് പിഗ്മെന്റ് ആണെന്ന്. പക്ഷേ സിന്തറ്റിക് അയൺ എന്ന് പറഞ്ഞാലും നമുക്ക് മനസ്സിലാകണം ഇതൊരു റെഡ് പിഗ്മെന്റ് ആണ്. അതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് Fe3O4 ആണ്. So red iron oxide is mainly used in paints and coatings, cement colors and construction. അപ്പൊ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് പെയിന്റുകളിൽ അതുപോലെ സിമെന്റ് കളേഴ്സിലൊക്കെ യൂസ് ചെയ്യുന്ന റെഡ് കളർ ആണ് റെഡ് അയൺ ഓക്സൈഡ്. ഇനി ഒരു ഗ്രീൻ പിഗ്മെന്റിനെ പരിചയപ്പെടാം. ക്രോമിയം ഓക്സൈഡ്. ക്രോമിയം ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ പിഗ്മെന്റ് ആണ്. ഇതൊരു പെർമനന്റ് ഗ്രീൻ കളർ ആണ്. ഓൾസോ നോൺ ആസ് ക്രോം ഗ്രീൻ. Cr2O3 ആണ് ക്രോം ഗ്രീനിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള പിഗ്മെന്റ് ആണ്. പക്ഷെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ബ്രില്യൻസി. ഒരു മങ്ങിയ കളർ ആയിരിക്കും, ഒരു മങ്ങിയ പച്ച കളർ ആയിരിക്കും ക്രോമിയം ഓക്സൈഡ് അല്ലെങ്കിൽ ക്രോം ഗ്രീൻ എന്നെല്ലാം പറയുന്നത്. ഓക്കെ, അപ്പൊ ഓർത്ത് വെക്കുക, ഗ്രീൻ പിഗ്മെന്റ് ആണ് ക്രോമിയം ഓക്സൈഡ്, ഓൾസോ നോൺ ആസ് ക്രോം ഗ്രീൻ ഓർ Cr2O3. ഇസ് എ പെർമനന്റ് ഗ്രീൻ കളർ ആണ്. ഹീറ്റ് സ്റ്റേബിൾ പിഗ്മെന്റ് ആണ്. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ബ്രില്യൻസി ആണ്. 9th question, which of the following is a yellow pigment? താഴെ കൊടുത്തിരിക്കുന്നതിൽ യെല്ലോ പിഗ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഓപ്ഷൻ എ ഓർക്കെ. ഓർക്കെ എന്ന് പറയുന്നതാണ് ഇവിടെ യെല്ലോ പിഗ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ യെല്ലോ പിഗ്മെന്റ്? ഓർക്കെ. ഓർക്കെ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ യെല്ലോ പിഗ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ഓപ്ഷൻ ബി എന്താണ്? ക്രോമിയം ഓക്സൈഡ്. ക്രോമിയം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു, എന്താണ്? ഗ്രീൻ പിഗ്മെന്റ് ആണ്. ദെൻ അൾട്ടാമറൈൻ. അൾട്ടാമറൈൻ എന്ന് പറയുന്നത് ബ്ലൂ പിഗ്മെന്റ് ആണ്. അൾട്ടാമറൈൻ ബ്ലൂ അങ്ങനെ പറയാം, അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടും. അൾട്ടാമറൈൻ ബ്ലൂ എന്ന് പറയുന്നത് ഒരു ബ്ലൂ പിഗ്മെന്റ് ആണ്. ദെൻ ലിത്തോപോൺ. ലിത്തോപോൺ എന്താണ്? വൈറ്റ് പിഗ്മെന്റ് ആണ്. ഓക്കെ, അപ്പം ഓർക്കെ എന്ന് പറയുന്നത് എന്താണ്? യെല്ലോ പിഗ്മെന്റ് ആണ്. ക്രോമിയം ഓക്സൈഡ് ഗ്രീന്, അൾട്ടാമറൈൻ ബ്ലൂ, ലിത്തോപോൺ വൈറ്റ്. 10th question, പെയിന്റിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എ വെഹിക്കിൾ ഇൻ പെയിന്റ് യൂസ്ഡ് ഫോർ? പെയിന്റിൽ ഉള്ള വെഹിക്കിൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ടു ഒബ്സ്ക്യൂർ സർഫസ്, ടു അഡ്ഹർ ടു സർഫസ്. ഓപ്ഷൻ സി ടു പ്രൊവൈഡ് ഷൈൻ ടു സർഫസ്. ഓപ്ഷൻ ഡി ടു റെഡ്യൂസ് ക്രാക്ക് ഓൺ സർഫസ്. ഹിയർ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, അഡ്ഹർ ടു സർഫസ്. അപ്പോൾ വെഹിക്കിൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. എ വെഹിക്കിൾ അലൗസ് ഈവൻ സ്പ്രെഡിങ്, ബൈൻഡിങ് ആൻഡ് അഡ്ഹറിങ് ടു സർഫസ്. അപ്പം ഒരു സർഫസിൽ പെയിന്റ് വെച്ച് നമ്മൾ അടിക്കുന്ന സമയത്ത് ആ സർഫസിൽ അത് സ്പ്രെഡ് ചെയ്യാനും അവിടെ ബൈൻഡ് ചെയ്ത് അഡ്ഹർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നത്. ഒരു ഫിലിം പോലെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? വെഹിക്കിൾ യൂസ് ചെയ്യുന്നത്. Next question, paint should provide resistance to. Option A corrosion, option B sound, option C heat and option D warping. Here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, corrosion ആണ്. Paint should provide resistance to corrosion. സാധനങ്ങളൊക്കെ നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പെയിന്റ് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. Paint resist corrosion and protect the surface. 12th question, when should dryer be added to the paint? എപ്പോഴാണ് ഒരു പെയിന്റിലേക്ക് ഡ്രയർ ആഡ് ചെയ്യേണ്ടത്? ഓപ്ഷൻ എ 12 hours before paint is used. Option B immediately after opening it. Option C 1 hour before paint is used. Option D when paint is ready to use. Here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, when
പെയിന്റ് ഈസ് റെഡി ടു യൂസ്. എപ്പോഴാണോ നമ്മൾ പെയിന്റ് യൂസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത് അപ്പോഴാണ് എന്ത് ആഡ് ചെയ്യേണ്ടത്? ഡ്രയർ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പെയിന്റ് നോർമലി കൺസിസ്റ്റ് ഓഫ് ഡേഷ് കോമ്പണൻസ്. ഒരു പെയിന്റിൽ മെയിൻ ആയിട്ട് എത്ര കോമ്പണൻസ് അടങ്ങിയിട്ടുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 5 ആൻഡ് ഓപ്ഷൻ സി 4, ഓപ്ഷൻ ഡി 6. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 6 കോമ്പണൻസ് ആണ് മെയിൻ ആയിട്ട് അടങ്ങിയിട്ടുള്ളത്. A paint normally consists of 6 components. They are base, vehicle, solvent, pigment, filler and dryer. ഏതൊക്കെയാണ്? Base, vehicle, solvent, pigment, filler and dryer. Out of these, the base, vehicle and the solvent are the important one. അപ്പം ഇതിനകത്ത് ബേസും വെഹിക്കിളും സോൾവെന്റ് ഇത് മൂന്നുമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതിന് പുറമെ പിഗ്മെന്റും ഫില്ലറും ഡ്രയറും ഒരു പെയിന്റിൽ അടങ്ങിയിട്ടുണ്ട്. 14th question, which of the below is not an example of base? ബേസിന് എക്സാമ്പിൾ അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വൈറ്റ് ലെഡ്, ഓപ്ഷൻ ബി കൊബാൾട്ട്, ഓപ്ഷൻ സി സിങ്ക് ഓക്സൈഡ്, ഓപ്ഷൻ ഡി റെഡ് ലെഡ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കൊബാൾട്ട്. കൊബാൾട്ട് മാത്രമാണ് ഇവിടെ ബേസിന് എക്സാമ്പിൾ അല്ലാത്തത്. ബാക്കിയെല്ലാം തന്നെ വൈറ്റ് ലെഡ്, സിങ്ക് ഓക്സൈഡ്, റെഡ് ലെഡ് എല്ലാം തന്നെ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസുകളാണ്. കൊബാൾട്ട് ഈസ് യൂസ്ഡ് ആസ് എ ഡ്രയർ. കൊബാൾട്ട് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഡ്രയർ ആയിട്ടാണ് പെയിന്റിൽ യൂസ് ചെയ്യുന്നത്. ഇറ്റ് അബ്സോർബ് ഓക്സിജൻ ഫ്രം സറൗണ്ടിങ്സ് ആൻഡ് ഹാർഡൻ ദ പെയിന്റ്സ്. കൊബാൾട്ട് അറ്റ്മോസ്ഫിയറിന് അല്ലെങ്കിൽ സറൗണ്ടിങ്സിന് ഓക്സിജനെ അബ്സോർബ് ചെയ്തിട്ട് പെയിന്റിനെ ഹാർഡൻ ആക്കി അത് ഡ്രൈ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് കൊബാൾട്ട് എന്ന് പറയുന്നത്. എന്നാൽ വൈറ്റ് ലെഡ്, സിങ്ക് ഓക്സൈഡ്, റെഡ് ലെഡ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് ബേസ്. അപ്പൊ ഇവയെല്ലാം തന്നെ ബേസിന് എക്സാമ്പിൾ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ദേ ഹാവ് ബൈൻഡിങ് പ്രോപ്പർട്ടീസ് ആൻഡ് ഫോം ആൻ ഒപാക് കോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പെയിന്റ് കണ്ടെയ്ൻസ് polystyrene as a base? Option A synthetic rubber, option B enamel, option C aluminium, option D emulsion. Here right answer എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, emulsion. Next question, dash are cheaper varieties of paint. Option A color wash, option B painting, option C distembers, option D acrylics. Here right answer option C ആണ്, distembers. Option C distembers are cheaper varieties of paint. Distembers എന്ന് പറയുന്നത് വാട്ടർ ബേസ്ഡ് പെയിന്റ് ആണ്. white chalk and thinner are common ingredients. Okay, അപ്പൊ ഡിസ്റ്റംബേഴ്സിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് white chalk and thinners ആണ്. Then very popular and high demand ആയിട്ടുള്ള ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പെയിന്റ് ആണ് ഡിസ്റ്റംബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിസ്റ്റംബേഴ്സ് എന്ന് പറയുന്നത് വാട്ടർ ബേസ്ഡ് പെയിന്റ് ആണ്. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വൈറ്റ് ചോക്കും തിന്നറും ആണ്. വെരി പോപ്പുലർ ആയിട്ടുള്ള പെയിന്റ് ആണ്. ഹൈ ഡിമാൻഡ് ഉണ്ട്, കാരണം എന്താ, ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള പെയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഡിസ്റ്റംബേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്? ഫസ്റ്റ് നമ്മൾ പിഗ്മെന്റ്സിനെ കുറിച്ച് പഠിച്ചു അല്ലേ? ഫസ്റ്റ് നമ്മൾ വൈറ്റ് പിഗ്മെന്റുകൾ ആയിട്ടുള്ള വൈറ്റ് ലെഡ്, സബ്ലിമിഡ് വൈറ്റ് ലെഡ്, സിങ്ക് ഓക്സൈഡ്, ലിത്തോപോണ്, ടൈറ്റാനിയം ഓക്സൈഡ്, ഇത്രയും വൈറ്റ് പിഗ്മെന്റുകളെ കുറിച്ച് പഠിച്ചു. അതിനുശേഷം ബ്ലൂ പിഗ്മെന്റ് ആയിട്ടുള്ള അൾട്ടാമറൈൻ ബ്ലൂ, കൊബാൾട്ട് ബ്ലൂസിനെ കുറിച്ച് പഠിച്ചു. ദെൻ റെഡ് പിഗ്മെന്റ് ആയിട്ടുള്ള റെഡ് ലെഡും സിന്തറ്റിക് അയണിനെ കുറിച്ച് പഠിച്ചു. ദെൻ ഗ്രീൻ പിഗ്മെന്റ് ആയ ക്രോം ഗ്രീന് ഓർ ക്രോമിയം ഓക്സൈഡിനെ കുറിച്ച് പഠിച്ചു. ദെൻ യെല്ലോ പിഗ്മെന്റ് ആയ ഓർക്കിനെ കുറിച്ച് പഠിച്ചു. പിന്നെ അതിനുശേഷം കുറച്ച് പെയിന്റുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷൻസും നോക്കി. അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. സോ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും സാനിറ്ററി കെമിസ്ട്രിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.